സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10-ന് ത്രിതല പഞ്ചായത്ത് നഗരസഭാംഗങ്ങളും 11:30-ക്ക് കോർപ്പറേഷൻ കൌൺസിലർമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണസമിതികളുടെ ആദ്യ യോഗവും ചേർന്നു. മിക്കയിടത്തും വൻ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പലയിടത്തും UDF അംഗങ്ങൾ ഭരണഘടനയേന്തി സത്യപ്രതിജ്ഞ ചെയ്തു. അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരും സത്യവാചകത്തിന് ശേഷം ശരണം വിളിച്ചവരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗം കരമന അജിത്തിന്റെ സത്യപ്രതിജ്ഞ സംസ്കൃതത്തിലായിരുന്നു. തിരുവനന്തപുരം മഹാനഗരപാലികായാः സുഖസത്വേന നിർവാചിതാः കരമന അജിത്. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സ്വതന്ത്രനെ പിന്തുണച്ച് കോൺഗ്രസും BJPയും മുദ്രാവാക്യം വിളിച്ചത് കൗതുകമായി. CPIM വിമതനായി മത്സരിച്ച മുൻ ലോക്കൽ സെക്രട്ടറി രത്തൻ കുമാറിനായാണ് മുദ്രാവാക്യം. രത്തൻകുമാർ മത്സരിച്ച വാർഡിൽ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ആദ്യ ഭരണസമിതി യോഗം. മേയർ, നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ചയറിയാം. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സരിത പ്രഭാകരൻ എന്ന അംഗം കുഴഞ്ഞു വീണു. ആലപ്പുഴ കണ്ടല്ലൂർ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ CPIM പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടല്ലൂർ സ്വദേശി മനോഹരൻ പിള്ളയാണ് മരിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.